ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഒരു വലിയ തടിക്കഷ്ണം നദിയിലൂടെ ഒഴുകി വരുമ്പോൾ അതിലെത്ര പേർക്ക് വേണമെങ്കിലും കയറിയിരുന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ആ തടി ഒരിക്കലും വെള്ളത്തിനുള്ളിലേക്ക് താന്നു പോവുകയില്ല. എന്നാൽ ഒരു ചെറിയ തടിക്കഷ്ണത്തിൽ ഒരു കാക്ക വന്നിരുന്നാൽ കൂടി അത് വെള്ളത്തിൽ താന്നു പോകും. ഇതുപോലെയാണ് അവതാരാദികളെ ആശ്രയിച്ചുകൊണ്ട് അനേകം സഹസ്രം മനുഷ്യർ ഈ സംസാര സാഗരത്തെ മറികടന്നിട്ടുണ്ട്. എന്നാൽ സിദ്ധപുരുഷന്മാരാകട്ടെ വളരെ കഷ്ടപ്പെട്ടിട്ടു മാത്രമാണ് അവരുടെ മുക്തി പോലും പ്രാപിക്കുന്നത്. ഈ സിദ്ധപുരുഷന്മാരെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഹിമാലയത്തിലോ ഗുഹകളിലോ കാടുകളിലോ ഇരുന്ന് തപസ്സു ചെയ്യുന്ന ലൗകിക ജീവിതം ഉപേക്ഷിച്ച സന്യാസിമാർ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. സിദ്ധപുരുഷന്മാർ എന്നാൽ ആരാണോ സാധന ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ തീർച്ചയായും സിദ്ധപുരുഷന്മാരാകുന്നതാണ്. ഇത് ശ്രീരാമകൃഷ്ണ പരമഹംസർ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇതിൽ നിന്ന് എന്താണ് ഗ്രഹിക്കേണ്ടതെന്ന് മനസ്സിലായോ? മനുഷ്യ മനസ്സിന് മുകളിലുള്ള വിജയം അത് ഓരോരുത്തർക്കും നേടിയെടുക്കുക എന്നത് അതികഠിനകരമാണ്. മഹാഭാഗ്യം കൊണ്ട് അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലുള്ള ഒരു മഹാഗുരുവിൻ്റെ സാന്നിധ്യം അർജുനന് യുദ്ധക്കളത്തിൽ വെച്ച് ലഭിച്ചിരുന്നു. എന്നാൽ നോക്കൂ, ഇവിടെ നമ്മുടെ സമക്ഷം ആരാണുള്ളത്? ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ പെടുമ്പോൾ ഒരു വലിയ തടിക്കഷ്ണം കിട്ടിയാൽ അതിൽ കയറി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇവിടെ ഓരോ മനുഷ്യ മനസ്സിനും അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു ആശ്രയമായിട്ട് ഇന്ന് നമ്മുടെ പക്കൽ എന്താണ് അവശേഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഭഗവാൻ കൃഷ്ണൻ ശരീരരൂപത്തിൽ ഇപ്പോൾ ഇല്ലെങ്കിലും അറിവിൻ്റെ രൂപത്തിൽ ഹൃദയത്തിനുള്ളിൽ ഇപ്പോഴുമുണ്ട്. ഭഗവാൻ നൽകിയ അറിവിപ്പോഴും നഷ്ടമായിട്ടില്ല. ആ അറിവിനെ ആശ്രയിച്ചാൽ ആർക്കു വേണമെങ്കിലും ഈ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും അതിജീവിക്കാൻ സാധിക്കുന്നതേയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 54-ാമത് ശ്ലോകം വരെയാണ് കണ്ടത്. അവിടെ ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണെന്ന് അർജുനന് വളരെ വ്യക്തമായി അറിയുവാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നു, എന്താണ് ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ. 55-ാമത് ശ്ലോകം. പ്രജഹാധി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തഥോച്യതേ. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ. പ്രജഹാതി, കാസ്റ്റ് ഓഫ് എവറി ഡിസയർ ഫ്രം ദി മൈൻഡ്. ആരുടെ മനസ്സിലാണോ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത്, പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ. ഹേ പാർത്ഥ, ഏതൊരു വ്യക്തിയാണോ അവൻ്റെ മനസ്സിൽ നിന്നും എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായും ഇല്ലാതായി ആത്മനി ഏവ ആത്മനാ തുഷ്ടസ്ഥിതപ്രജ്ഞസ്തതോച്യതേ, അവനവനിൽ തന്നെ പൂർണ്ണമായും രമിച്ച് ആസ്വദിച്ച് സംതൃപ്തിയോടെ ഇരിക്കുന്ന അവസ്ഥ, ഇതാണ് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം. ഒന്നും മനസ്സിലാവില്ല നമുക്ക് കേട്ടാൽ. ശരിയാണ്. ആദ്യം 1-ാമത്തെ വരി എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ വരിയിൽ തന്നെ പ്രജഹാതി യഥാ കാമാൻ സർവാൻ. മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ എങ്ങനെ സാധിക്കും? സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല? ഈ കാര്യം ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സാധാരണ മനുഷ്യർ ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകും. അതായത് ഒരു സ്ഥിതപ്രജ്ഞനെന്നാൽ ആഗ്രഹിക്കാൻ പോലും ശേഷിയില്ലാത്തൊരു മനോരോഗിയാണ്. അതിനർത്ഥം ഇതല്ല. ആഗ്രഹിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല ഇദ്ദേഹത്തിനുള്ളിൽ ആഗ്രഹങ്ങൾ ജനിക്കാത്തത്. ആഗ്രഹങ്ങൾ എന്നത് കേവലം മനസ്സ്, ബുദ്ധി, ശരീരം ഇവയിൽ ഒതുങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ മഹാത്മാവ് ബുദ്ധിയെയും മനസ്സിനെയും അതിജീവിച്ചുകൊണ്ട് അതിനും അപ്പുറത്തുള്ള ബോധതലത്തെ പ്രാപിച്ചതുകൊണ്ട് മാത്രം അതിൽ സംതൃപ്തിയോടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു സ്ഥിതപ്രജ്ഞൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ജനിക്കാതിരിക്കുന്നത്. അല്ല കൃഷ്ണ, ഇതെന്തൊരവസ്ഥയാണ്? ഒരു സ്ഥിതപ്രജ്ഞനിൽ ആഗ്രഹം ജനിക്കുന്നില്ല, എന്നാൽ ഇവിടെ എല്ലാ മനുഷ്യരും ആഗ്രഹത്തിൽ മാത്രം
ഒഴുകിക്കൊണ്ടു നടക്കുകയാണ്. ഇതെന്തൊരവസ്ഥ! അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആദ്യം വാട്ട് ഈസ് ഡിസയർ, എന്താണ് ഈ ആഗ്രഹം എന്ന് മനസ്സിലാക്കിയാലേ അതിനെ അതിജീവിക്കാൻ സാധിക്കും. ആഗ്രഹം എന്നത് മനസ്സിൻ്റെ അപൂർണമായ ഒന്നിനെ നേടാനുള്ള മനസ്സിൻ്റെ തീവ്രമായ ഇച്ഛയാണ്. എന്തോ ഒന്ന് ലഭിച്ചാൽ എനിക്ക് സന്തോഷം ലഭിക്കും. ആ അസംതൃപ്തിയുടെ പ്രതീകമാണ് ഈ ആഗ്രഹം എന്നത്. കിട്ടാത്ത ഒന്ന് കിട്ടിയാൽ ഞാൻ കൂടുതൽ സംതൃപ്തനായി എന്നൊരു തോന്നൽ. അതുകൊണ്ട് എപ്പോഴും മനുഷ്യൻ്റെ ആഗ്രഹം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയായിരിക്കും. ദുഃഖങ്ങൾക്കു വേണ്ടി ഒരിക്കലും ആരും ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാവർക്കും വേണ്ടത് ആനന്ദമാണ്. ആനന്ദം എന്ന് പറയാൻ സാധിക്കില്ല. ആനന്ദം എന്നത് ആഗ്രഹത്തെ അതിജീവിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. ഇത് സുഖം, സന്തോഷം, അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ കുഞ്ഞ് ജനിച്ചു വരുന്നു, ഒരു ബാലൻ, ഒരു ശിശു, അവൻ്റെ മനസ്സിൽ എന്താണ് ആഗ്രഹം? അവന് വേണ്ട കളിക്കുന്ന ഉപകരണങ്ങൾ, അത് ലഭിച്ചാൽ ആ കുട്ടി സംതൃപ്തനായി. ഇനി കുറച്ചൊന്ന് വളർന്നു വരുമ്പോൾ, ഒരു ബാല്യകാലത്തിൽ എത്തിച്ചേരുമ്പോൾ അവൻ അവൻ്റെ കൂട്ടുകാരായി ആ ഒരു ലോകത്തിലെത്തി. ഇനി യൗവനത്തിലെത്തുമ്പോൾ അവന് മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലാണ് താല്പര്യം. ഇനി നമ്മൾ പ്രായമായി ഒരു വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഈ ചെറുപ്പത്തിൽ നമ്മൾ എന്തൊക്കെയാണോ ഉപയോഗിച്ചത്, ഇതൊക്കെ നിസ്സാരം, എന്തൊരവസ്ഥ, ഈ കാര്യങ്ങളിലാണല്ലോ ഞാൻ മോഹിച്ചത് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകും. ഓരോ അവസ്ഥയിലും നമ്മുടെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ചെറുപ്പത്തിലുള്ള ആഗ്രഹമല്ല നമുക്ക് വലുതാകുമ്പോൾ ഉണ്ടാകുന്നത്. അതിനർത്ഥം ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണോ? മനുഷ്യൻ അന്വേഷിക്കുന്ന സന്തോഷം ഒന്നിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ട് അവനതിനെ ഉപേക്ഷിച്ച് മറ്റൊന്നിനെ അന്വേഷിക്കുകയാണോ? ചിന്തിച്ചു നോക്കൂ. ഇവിടെ മനുഷ്യൻ ആവശ്യം സന്തോഷവും സംതൃപ്തിയുമാണ്. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ. അങ്ങനെയെങ്കിൽ ആഗ്രഹങ്ങളിലൂടെ സന്തോഷം ലഭിക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ ലഭിക്കുന്ന സന്തോഷം പരിമിതമാണെങ്കിൽ, അതിനപ്പുറത്ത് ഒരു വലിയ സന്തോഷമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതാണ് ഒരു യഥാർത്ഥ ബുദ്ധിമാനായ മനുഷ്യൻ ചെയ്യേണ്ടത്. അതാണിവിടെ സ്ഥിതപ്രജ്ഞൻ പ്രാപിച്ചു കഴിഞ്ഞത്. ആത്മനി ഏവ ആത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. എങ്ങനെ അവനവനിൽ അവനവൻ സംതൃപ്തനാകും എന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയും മാത്രം മനസ്സിലാക്കൂ. ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും 2 കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കാമല്ലോ: കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും. ഈ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ബുദ്ധിയും മനസ്സും ഒന്ന് സ്ഥിരമായി കിട്ടണം. അതിന് അനുഷ്ഠാനമല്ലാതെ, കൃത്യനിഷ്ഠമായ അനുഷ്ഠാനമല്ലാതെ യാതൊരു മാർഗവും അവശേഷിക്കുന്നില്ല. എന്തൊക്കെ മരുന്നുകളോ ബ്രഹ്മിയോ ആയുർവേദ മരുന്നുകളൊക്കെ ഉപയോഗിച്ചാലും ഈ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാകാൻ പോകുന്നില്ല. പ്രാക്ടീസിലൂടെ മാത്രമേ ഇതിനെ നമുക്ക് സ്ഥിരപ്പെടുത്താൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഒരിക്കലും അനുഷ്ഠാനത്തെ ഉപേക്ഷിച്ച ഒരു ദിവസം പോലും ജീവിതത്തിൽ ഉണ്ടാകാൻ ഔഷധങ്ങൾ നമ്മുടെ സത്വശുദ്ധി വർദ്ധിക്കുവാൻ കാരണമാകും. ആഹാരശുദ്ധോ സത്വശുദ്ധി, സത്വശുദ്ധോ ധ്രുവാസ്മൃതി. മനസ്സിലെ ചിന്തകൾ സാത്വികമാകും. എന്നാൽ ഈ സാധനയില്ലാതെ, പ്രാണായാമവും പ്രണവോപാസനയും ഇല്ലാതെ വെറും ഔഷധങ്ങൾ മാത്രം സേവിച്ചാൽ പ്രയോജനമില്ല. സൈക്കിളിൻ്റെ 2 ടയറും ഒരുമിച്ച് സഞ്ചരിച്ചാലല്ലേ വാഹനം മുൻപോട്ട് പോകും. ഇതുപോലെ മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും പ്രയത്നം നൽകാതെ ഔഷധങ്ങൾ സേവിക്കുന്നത് വ്യർത്ഥമാണ്. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ നമുക്കറിയേണ്ടത് ആഗ്രഹങ്ങൾക്കപ്പുറത്ത് എന്തെങ്കിലും ഒരു അവസ്ഥയുണ്ടോ എന്നാണ്. ആഗ്രഹങ്ങളുടെ അഭാവത്തിൽ സംതൃപ്തനായി പരമാനന്ദത്തിലിരിക്കാൻ സാധിക്കുമോ എന്ന് നമുക്കറിയണം. അതിന് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ജീവിതത്തിൽ കൊണ്ടു നടന്നുകൊണ്ടേയിരിക്കൂ. ഈ ശ്ലോകത്തിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഹരി ഓം.